നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മൊബൈലിൽ ഒരുപാട് പാട്ടുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പാട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ നമ്മൾ MP3 ആയിട്ടും മറ്റുമൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. എന്നാൽ ഒരു പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കൊരു റിങ്ങിങ് ട്യൂൺ ആക്കണമെന്ന് തോന്നിയാലോ, അല്ലെങ്കിൽ പാട്ടിൽ നിന്നും നമുക്ക് നമ്മൾ സാധാരണ ഒരു കരോക്കെ പാട്ട് പാടിയിട്ട് അതിൽ മ്യൂസിക് ആഡ് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയാലോ, അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ പാട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡിലുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള മാത്രം ഭാഗം എടുക്കണം എന്ന് തോന്നിയാലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട്, നമുക്ക് വളരെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട റിങ്ങിങ് ടൂൺ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെയുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. MP3 കട്ടർ ആൻഡ് റിങ്ങിങ് ടോൺ എന്ന് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഈ കാറ്റഗറീസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ റിങ്ങിങ് ടൂൺ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ ഫോണിൻ്റെ സൗണ്ടുകൾ, അതുപോലെ തന്നെ അലാറം സൗണ്ടുകൾ, നോട്ടിഫിക്കേഷൻ സൗണ്ടുകൾ, ഹിന്ദി സോങ്സുകൾ, അതൊക്കെ നിങ്ങൾക്കിവിടെ റിങ്ങിങ് ടൂണായിട്ട് വെക്കാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരുപാട് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫസ്റ്റായിട്ട് നിങ്ങൾ കാണുന്ന ടാബ് MP3 കട്ടർ എന്ന ടാബാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പെർമിഷൻ അലോ ചെയ്ത ഉടനെ തന്നെ ഒരുപാട് നിങ്ങൾ സൂക്ഷിച്ച ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് കട്ട് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നോക്കി കട്ട് ചെയ്തിട്ട് ഇവിടെ സേവ് എന്ന ബട്ടൺ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ രണ്ടാമത്തെ ടാബ് നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ട്രിം എന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. കട്ട് എന്ന ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് നടുവിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം റിങ്ങിങ് ടൂണായി വെക്കാനോ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനോ, നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നടുവിലുള്ള ഒരു ഭാഗം, നമുക്കിഷ്ടമുള്ള ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ സുഹൃത്തുക്കൾക്ക് നമുക്ക് റിങ്ങിങ് ടൂണാക്കി വെക്കാനും, അല്ലെങ്കിൽ നമുക്ക് വോയിസ് ക്ലിപ്പോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതേപോലെ അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ സേവ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഈ ഒരു ഭാഗം സേവ് ആവും. ഇനി നമുക്ക് ബാക്ക് വരാം. ഇവിടെ ഓഡിയോ മെർജർ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓഡിയോ മെർജർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു 2 പാട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇത് രണ്ടും നമുക്ക് ഒരു പാട്ട് തീരുമ്പോൾ മറ്റൊരു പാട്ട് എന്ന രൂപത്തിൽ നമുക്ക് മെർജ് ചെയ്ത് നമുക്കിവിടെ സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മെർജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെർജ് ചെയ്യാം. ഇവിടെ നമുക്ക് കേട്ട് നോക്കാനും പ്ലേ ഒരു ബട്ടണുണ്ട്, കേട്ട് നോക്കാനും സാധിക്കും. ഇനി നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഓഡിയോ മിക്സർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാട്ട് ഇവിടെ സെലക്ട് ചെയ്യാണ്. 2 പാട്ട് ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ 2 പാട്ടും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരു കരോക്കെ പാടുന്ന ഒരാളാണെങ്കിൽ പാട്ട് മാത്രം പാടി ഇനി മ്യൂസിക് അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് വേറെ പാട്ട് വേറെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഓഡിയോ മിക്സ് എന്ന ഈ ഒരു ടാബിലൂടെ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ സാധിക്കും. ഇനി പാട്ട് സൗണ്ട് കൂടുതലാണെങ്കിൽ സൗണ്ട് കുറക്കാനും കൂട്ടാനുമുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ബാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ സൂക്ഷിക്കാം. സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ റിങ്ങിങ് ടൂൺ നിങ്ങൾക്ക് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിങ്ങിങ് ടൂൺ എന്ന ഭാഗമുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിങ്ങിങ് ടൂൺ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. ഗാലറിയിലുള്ളതും നിങ്ങൾക്ക് റിങ്ങിങ് ടൂണായിട്ട് സൂക്ഷിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിൽ വേറെയുമുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.